മദ്യക്കുട്ടകളെ സഹായിക്കാൻ നടത്തിയ ഡീൽ കയ്യോടെ പിടിക്കപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതാണ് അവാസ്തവങ്ങളും അസത്യങ്ങളുമാണ് അദ്ദേഹം രക്ഷപ്പെടാനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി അവാസ്തവങ്ങൾ നിറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് എം വി ഗോവിന്ദമാഷ് എക്സൈസ് മന്ത്രിയായപ്പോഴാണ് നികുതി കുറയ്ക്കാനുള്ള നീക്കം തുടങ്ങിയത്. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഉദ്ധരിച്ച ഫയൽ പറയുന്നത് എന്താണ്? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം എന്താണ് എന്ന് വ്യക്തമാക്കി പുനഃസമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവിടെ നികുതിയുടെ പ്രശ്നമേ വരുന്നില്ല. അത് തന്നെ ചെയ്യുന്നത് എങ്ങനെയാണ്? LDF മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 2022-23 മദ്യനയം. ആ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നത്. അതെല്ലാം സുതാര്യമായി നടന്ന കാര്യങ്ങളാണ്, ഞങ്ങൾ വിശദീകരിച്ച കാര്യങ്ങളാണ്. അത് ഇതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? വീര്യം കുറഞ്ഞ മദ്യം അനുവദിക്കാനുള്ള ചട്ട ഭേദഗതി LDF തന്നെയാണ് കൊണ്ടുവന്നത്. 3 കാറ്റഗറികളിലായി. അതൊക്കെ ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചതാണ്. 40 വൈൻ, 40 ലിറ്റർ, ലോ സ്ട്രെങ്ത് ആൽക്കഹോൾ. 3 നയത്തിൽ പറഞ്ഞ് LDFന്റെയും ക്യാബിനറ്റിന്റെയും അനുമതിയോടെ ജനങ്ങളുടെ മധ്യത്തിൽ അവതരിപ്പിച്ച് പിന്നെ നടപടിക്രമങ്ങൾ പാലിച്ച് ചട്ടം ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ച് LDF ആലോചിച്ചിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞു. അവസാനം നികുതി കുറയ്ക്കാൻ ധാരണയായി തെരഞ്ഞെടുപ്പായതുകൊണ്ട് നടപ്പാക്കാതിരുന്നതാണ്. ഈ പച്ചക്കള്ളം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അതൊന്നും അദ്ദേഹം തയ്യാറാവുന്നേ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ശീലം അദ്ദേഹത്തിനില്ല. പണ്ട് ഞാൻ എക്സൈസ് മന്ത്രിയായിരിക്കെ ഡൽഹി മദ്യനയ കേസിലെ പ്രതിയായ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത സ്പീക്കറായിരിക്കുമ്പോൾ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചു എന്ന് അതിന്റെ ഭാഗമാണ് LDFന്റെ മദ്യനയം എന്നൊക്കെ ആരോപണം ഉന്നയിച്ച ആളാണ് ശ്രീ VD സതീശൻ. ആ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച മലയാള മനോരമ തിരുത്തുകയും തെറ്റായ വാർത്ത പുറത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശ്രീ VD സതീശൻ അത് തിരുത്താനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് അവസാന നിമിഷം വരെ LDF ശ്രമിച്ചു, നടന്നില്ല എന്ന്. തെരഞ്ഞെടുപ്പുകാരൻ നടന്നില്ല. എന്താ വസ്തുത? ഇപ്പൊ ചട്ട ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം അനുവദിച്ചുകൊണ്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ 6/1/2023 വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഗസറ്റിൽ അത് 11/1/2023 പ്രസിദ്ധീകരിച്ചു. 11/1/2023. തുടർന്ന് കമ്പനിയുടെ അപേക്ഷ കിട്ടി. അത് ഫയലായി. 23/2/23 ശേഷം ഈ സതീശൻ ഗവൺമെന്റ് അധികാരത്തിൽ എത്തുന്നതുവരെ ആ ഫയൽ അടങ്ങിയിട്ടില്ല. എത്ര കാലം? 3 കൊല്ലവും 5 മാസവും ആ ഫയൽ LDF ഭരണം തീരുന്നത് വരെ, 3 വർഷവും 5 മാസവും LDF ഭരണം തീരുന്നത് വരെ ആ ഫയൽ അടങ്ങിയിട്ടില്ല. നമുക്കിപ്പോ ഫയൽ മൂവ്മെന്റിന്റെ ഹിസ്റ്ററി കിട്ടുമല്ലോ. മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ അത് പൊളിക്കുന്ന വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഇപ്പം ആർക്കും കിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ അവസാനം ശ്രമിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ രേഖ പുറത്തുവിടത്തെ എന്ത് ശ്രമമാണ് നടത്തിയത്? ഒരു കടലാസ് കൊണ്ട് അദ്ദേഹത്തിന് പുറത്തുവിടാൻ പറ്റും. വസ്തുത എന്താ? LDF ഭരണത്തിൽ 3 വർഷവും 5 മാസവും അനങ്ങാതിരുന്ന ഫയൽ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 18-ാം തീയതി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. 21-ാം തീയതി 3.5 കൊല്ലത്തിന് ശേഷം ഫയൽ ഉയർത്തെഴുന്നേറ്റു.
നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയും. 21-ാം തീയതി, മെയ് 21-ാം തീയതി എന്തൊരു വേഗവും തിരുത്തവുമാണെന്ന് നോക്കണം. ഇത് പ്രകടന പത്രികയിൽ പറയാത്ത കാര്യമാണ്. സുധീർ പറഞ്ഞു, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ തിരുത്തം കണ്ടില്ല, ഈ വേഗം കണ്ടിട്ടില്ല. മൂന്നാം നാൾ ഇപ്പോ 3:59 ഫയൽ നീക്കം ആരംഭിക്കുന്നു. ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. അതിവേഗത്തിൽ ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. വൈകുന്നേരം 6:33 ഫയൽ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുന്നു. ഏത് മുഖ്യമന്ത്രിയായതിന്റെ 3-ാം ദിവസം വളരെ വ്യക്തമല്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഫയൽ നീക്കം നടത്തുന്നത്. അല്ലെങ്കിൽ 3.5 കൊല്ലമായിട്ട് ചത്തുകിടന്ന ഫയൽ ഉയർത്തെഴുന്നേറ്റ് ശരവേഗത്തിൽ ഹുസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കുന്ന വേഗത്തിൽ ഓടി എങ്ങനെയാണ് വി ഡി സതീശന്റെ കയ്യിലെത്തുന്നത്? അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേകം ആവശ്യപ്പെട്ട് വരുത്തിയതാണ് ഫയൽ. എന്നാൽ അദ്ദേഹം തന്നെ നിയമസഭയിൽ പറയാണ്, ടാക്സിന്റെ പ്രപ്പോസൽ വേഗത്തിലല്ലേ നടക്കുക, അത് ബജറ്റ് വരുന്നതിന്റെ തലേ ദിവസം അർദ്ധരാത്രിയല്ലേ പ്രസിലേക്ക് വിടുക എന്നൊക്കെ തട്ടി വിടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മെയ് 21 വൈകുന്നേരം 6:30 ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയ ഫയൽ 24 ദിവസം അദ്ദേഹം കൈവശം വെച്ചിട്ടുണ്ട്. ജൂൺ 14 രാത്രി 10-12 ഫയലിൽ തീരുമാനമെടുത്തു കൊടുക്കുന്നത്. ഇത് കാണിക്കുന്നത് എന്താ? 24 ദിവസം ഉണ്ടായിട്ടും സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്തില്ല എന്നല്ലേ? സഭയില്ലാത്തതുകൊണ്ടായിരുന്നോ? ആരും അറിയരുതെന്ന നിർബന്ധം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. എന്താണ് ആ നിർബന്ധത്തിന്റെ പിന്നിലുള്ള താല്പര്യം? വളരെ ദുരൂഹത. ഇതാർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. കാരണം ഫയൽ മൂവ്മെന്റ് നോക്കിയാൽ കാണാൻ പറ്റും. 21-ാം തീയതി മെയ് 21 വൈകിട്ട് 6:33 എത്തി ജൂൺ 14 രാത്രി 10-12 വരെ ഫയല് മുഖ്യമന്ത്രിയുടെ കൈവശമാണ്. വേണ്ടത്ര സമയം ഉണ്ടായിരുന്നല്ലോ സ്വന്തം പാർട്ടിയുമായി UDF-ഉമായൊക്കെ ചർച്ച ചെയ്യാൻ. പ്രതിപക്ഷം ഇത് കയ്യോടെ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിനും UDF-നും പോലും ഇതറിയാൻ പറ്റുമായിരുന്നില്ല. കയ്യോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നില്ല. എക്സൈസ് മന്ത്രിയെ മാത്രമല്ലല്ലോ, പാർട്ടിയെ മുന്നണിയൊക്കെ വിട്ടിൽ നിർത്തിയിട്ട് ഇത് 24 ദിവസം പിടിച്ചുവെച്ച് ബജറ്റിന്റെ തൊട്ടു മുമ്പ് തീരുമാനമെടുത്ത് ബജറ്റിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആരും അറിയാതെ സൂത്രത്തിൽ നടപ്പാക്കാമെന്നാണ് അദ്ദേഹം കരുതിയത്. പ്രതിപക്ഷം കയ്യോടെ പിടിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോ UDF-ന്റെ ഗവൺമെന്റിന്റെ മദ്യനയം UDF-ൽ തന്നെ ചർച്ച ചെയ്യാൻ ഇടയാക്കിയത് പ്രതിപക്ഷത്തിന്റെ ജാഗ്രതയോടുകൂടി ഇടപെടലാണ്. അല്ലെങ്കിൽ അത് ഈ ഒരു റോളും UDF-ന് ഉണ്ടാവുമായിരുന്നില്ലല്ലോ. എന്നാൽ ഇപ്പൊ പറയാണ്, ബജറ്റ് പാസാക്കിയാലും നയം വന്നാൽ വിൽക്കണോ വിൽക്കണ്ടേ തീരുമാനിക്കാം. എന്നാലെ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി അതിന്റെ കൊള്ളത്തരം വ്യക്തമാക്കി. ബജറ്റ് പാസാക്കിയത് നിയമമാണ്. നിയമസഭ പാസാക്കിയ ബജറ്റിന് മുകളിലെല്ലാം നയം. ബജറ്റ് പാസാക്കിയ കാര്യം നടപ്പാക്കണ്ടെന്ന് പറയാൻ പറ്റും. നികുതി നിർദ്ദേശം നടപ്പാക്കണ്ടെന്ന് പറയാൻ പറ്റും. ആരെയെ കബളിപ്പിക്കുന്നത്? ഇങ്ങനെ കള്ളം പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കി എത്ര കാലം മുന്നോട്ട് പോകുന്ന 1 മാസത്തിനുള്ളിൽ നടത്തുന്നു.